വെൽക്കം ടു GSM. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിലെ മാനേജറാണ്. നമ്മൾ ഞാനിപ്പോൾ എത്തിച്ചൊരു 10ാമത്തെ ലെവൽ എത്തിച്ചിട്ടുണ്ട്. ബാക്കി കൂടെ നമ്മൾ കളിക്കണം. ഞാൻ എംപ്ലോയിനെ ഹയർ ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പോലെ ആയിരിക്കും. ഞാനിപ്പോൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിരിക്കുക. ആകെ എൻ്റെ അടുത്ത് 98 കുണുവേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നയാ പൈസയില്ല. കണ്ട, ഈ ബുക്കെല്ലാം വിറ്റിട്ട് വേണം എനിക്ക് ഒരു 10 പൈസ കയ്യിൽ വരാൻ. ഇതെല്ലാം വിൽക്കണം. പിന്നെ എൻ്റെ കയ്യിലാഞ്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനവുമില്ല. പിന്നെ കുറച്ച് പെട്ടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ എൻ്റെ കൈമേലായി പോയ സോറി. അത് ഇവിടെ വേസ്റ്റിൽ കൊണ്ടിടണം. പിന്നെ ഇവിടെ ഒരു പെട്ടിയും കൂടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ പോയി അതാ അപ്പം അതും എടുത്തിട്ടുണ്ട്. നമ്മൾ അത് വേസ്റ്റിൽ കൊണ്ടുപോയി ഹയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പുസ്തകങ്ങൾ വെച്ചാണ് ഇനി നമ്മൾ ബിസിനസ് നടത്തുന്നത്. ഇത്രയും പുസ്തകങ്ങൾ, ഇതെന്താ പേരെന്താ, സൂപ്പർ ഹീറോ സ്റ്റോറി, പിന്നെന്തോ ബ്യൂട്ടി, അതായത് ലേഡീസൊക്കെ വായിക്കേണ്ടാവും. പിന്നെ ന്യൂസ് പേപ്പർ, കളവന്മാർക്ക് പറ്റിയത്. നമ്മളെന്തായാലും നമുക്ക് കച്ചവടം തുടങ്ങാം. എന്തായാലും നഷ്ടം തന്നെയാണ് ഓൾറെഡി എനിക്കുള്ളത്. കട ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ വരൂ, ചേട്ടന്മാരെ കടന്ന് വരൂ, എൻ്റെ കടയിലേക്ക് വരൂ. വരൂ 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 ആരാണ്? നിങ്ങളാണോ ആദ്യത്തെ ആൾ? ഓ, താങ്ക് യു സാർ. കൊട്ടയൊക്കെ ഇടുന്ന വന്നാൽ പെട്ടെന്ന്. ഗൈസ്, അല്ല നിങ്ങളല്ല, ഇതാ. ഓ, ഇത്രയും മൂത്ത പ്രായമായിട്ടും ചെങ്ങായിൻ്റെ മോഹം അറിയിക്കില്ല. പൈസ കാർഡാണുള്ളത്. എനിക്ക് പൈസ മതി. കാർഡെങ്കിൽ കാർഡ്. $8.24 ഓ, ടിപ്സ്, താങ്ക് യു. ഓ, ഇവൻ നല്ലൊരു ചങ്ങായാണ്. ഇവൻ സൂപ്പർമാൻ, ഒരു ബാറ്റ്മാൻ്റെ ലുക്കുണ്ട്. എന്തായാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും കച്ചവടം നടന്നാൽ മതി. താങ്ക് യു. അടുത്ത ആൾ. ഓ, സാറോ? ഇയാളൊക്കെ ഇതൊക്കെ വായിക്കാൻ തുടങ്ങിയോ? എല്ലാവരുടെ അടുത്തും ഇത് മാത്രമാണ് ഉള്ളൂ, വേറൊന്നുമില്ലേ? നിങ്ങളുടെ കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടേടോ? പോലീസാന്ന് പറഞ്ഞ് നടക്കുന്നു. ചേച്ചിയെ സുഖമല്ലേ? എന്തല്ല കാടോ? എല്ലാവരും കാടാ കൊണ്ടുവരുന്നത്. ബാങ്കിൽ ഇത്ര കാലം പൈസ ഉണ്ടാവുകയുള്ളി. ആരോട് ചോദിക്കുന്നു? ഇതും കൂടെ. നീയും എൻ്റെ സാറേ, പണി പാളിയല്ലോ. ഫുള്ള് കാട് കൊണ്ടുള്ള കളിയാണല്ലോ. ചേച്ചി നിങ്ങളെങ്കിലും പൈസ താ. അതാ, ഇങ്ങനെയാണ് പൈസ തരുന്നത്. ഓ, നന്മയുള്ള ലോകം. എത്ര റുപ്യ നമ്മൾ തിരിച്ചു കൊടുക്കണം? $38.9. 38. നമ്മൾ $38. $38.9. 549. ഓക്കെ, നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഹയർ ചെയ്തു. പൈസ എത്ര? 44. സോറി, അത് കൊടുക്കണ്ട. 220 44 44.42. 20, 30, 5, 2. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് ഇനി അടുത്ത ആളെ പൈസ 8 എത്ര ആണ്, ഐ മീൻ 1 സംതിങ് കൊടുത്താൽ മതി. മുപ്പർക്ക് ഉള്ള പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ആളാരാണ്? ഇദ്ദേഹത്തിന് എന്താണ് വേണ്ടത്? എടോ, ഇയാൾക്ക് പൈസ ഒന്നും കൊടുക്കാനില്ല. അപ്പോൾ കംപ്ലീറ്റ്. ആൻഡ് നെക്സ്റ്റ്. ഓ, കാർഡാണ്. അപ്പോൾ 3.41 ആണ് കാർഡിൽ. ഓക്കെ, അടുത്ത ആളാരാണ്? അടുത്ത ചേട്ടനാണോ? ഓ, ഇയാളല്ലേ നേരത്തെ വന്ന് ബുക്ക് വാങ്ങി പോയത്? 1.41. ഇത്ര പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ. നമ്മൾ കച്ചവടക്കാർ വരുന്നുണ്ട്. എന്തായാലും ക്ലോസ് ചെയ്യട്ടെ. നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട സാധനം ഒരു തേങ്ങയുമില്ല. എന്തായാലും ഇന്നത്തെ ദിവസം വളരെ ബാഡാണ്. ഐ മീൻ വെരി ബാഡ്. ഞാൻ സാധനമൊക്കെ വാങ്ങിയിട്ട് എന്തായാലും ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇയാൾ ഇന്നെ തെറി പറയാൻ തോന്നുന്നുണ്ട്. നോക്കട്ടെ. സൺഫ്ലവർ ഓയിൽ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലൊന്നും ഓർഡർ ചെയ്യാൻ പൈസയില്ല. നെഹി പൈസാഹും. ഞാൻ എന്താക്കാനാ? പൈസ വേണ്ടേ? പൈസ ഇല്ലാണ്ട് ഞാൻ എന്ത് തേങ്ങ എടുത്ത് വെക്കാനാ? നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു സൺഫ്ലവർ ഓയിൽ ഓർഡർ ചെയ്യാം. നോക്കട്ടെ, ഒരു മിനിറ്റ്. നിങ്ങൾ പോവല്ല. ക്ലോസ്
സൺഫ്ലവർ ഓയിലെടെ? അതാ അതാ അതാ. എത്ര റുപ്യ ഇതിന്? 21. സൺഫ്ലവർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നിട്ടാ മുങ്ങിക്കുണ്ടെങ്കിൽ പിന്നെ എൻ്റെ സ്വഭാവം എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട കണ്ടാൻ പോയിട്ടടിക്കും ഞാൻ. ഇപ്പോൾ വരിക. 1 മിനിറ്റ് ഏട്ടാ, ഒരു 40 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുമെങ്കിൽ സാധനം ഞാൻ എടുത്തുതരാം. ഇപ്പോൾ വരും. നിങ്ങൾ തിരക്കാക്കല്ല. നിങ്ങളിങ്ങനെ തിരക്കാക്കിയാലും എങ്ങനെയാ? മുകേഷ് കഥയെല്ലാം പറഞ്ഞു തിന്നാലോ? എന്തല്ല സുഖല്ലേ? ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ? എന്തെങ്കിലും ആട്ടെ, സമയം കുറവാ. സോറി സാർ. ഞാനിപ്പോൾ സാധനം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അന്നേരം ഞാൻ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നതാണ്. സാധനം ഒന്നും ഇവിടെ നിന്ന് എത്തിക്കോട്ടെ. ഇത് ഏടെ പോയി ആകാശത്തുനിന്ന് വരുന്നുള്ളതായിട്ടേക്ക് ദൈവം എന്താ കൊടുത്തയച്ചില്ലാന്ന് തോന്നുന്നുണ്ട്. സോ ഗൈസ്, നമുക്ക് കാണാൻ പറ്റും ആകാശത്തു നിന്നാണ് ഈ പ്രോഡക്റ്റൊക്കെ താഴെ വീഴുക. എനിക്ക് വന്ന് ഇവിടുത്തെ ഹോൾസെയിലർ ദൈവം എന്നതാ കണ്ടാ വീണാണ്ട ഇട് നമുക്ക് അയാളിപ്പോൾ പോവും. എടാ തെണ്ടി, ഞാനിവിടെ എത്ര നേരം എന്ത് പണിയെടുത്തതിനു? എന്തെങ്കിലും ആട്ടെ, സാധനം ഇവിടെ വെക്കാം. സൺഫ്ലവർ എങ്കിൽ സൺഫ്ലവർ അത് വെക്കാമല്ലോ. ഇനി കൊട്ട എവിടെയെങ്കിലും കൊണ്ടുവച്ചിരണല്ലോ. ആരെങ്കിലും വരുന്നുണ്ടെ പോരി, ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്ത് തരാം. ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ വാങ്ങാനുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് സൺഫ്ലവർ ഓയിൽ വാങ്ങുക. പർച്ചേസ് ചെയ്യേണ്ട എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് പർച്ചേസ് ചെയ്യട്ടെ. കാപ്പിപ്പൊടി, ഷുഗറും ഒരു ഇതും 2 ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും വരുന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങുക. സോ ആരോ എന്തോ തപ്പിയിട്ട് പോകുന്നുണ്ട്. എന്താണ്? ആരാണ്? എന്താട്ടാ അങ്ങ് വേണ്ടത്? ബാഡ്മാനാ? സോറി, ബാഡ്മാന് ഞാൻ ഓർഡർ ചെയ്യാം. ബാഡ്മാൻ ഇപ്പോൾ വരുന്നുണ്ടാവും. ഒരു മിനിറ്റ്. എക്സ്പെൻസ് ലേശം അധികമാണ്. അത് എന്തായാലും കുഴപ്പമില്ല. നമ്മൾ കച്ചവടത്തിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, തിരക്കാക്കണ്ട. സാധനം എത്തും. സൺഫ്ലവർ ഓയിൽ 3.91. നമ്മൾ മാക്സിമം പ്രോഫിറ്റ് വെച്ചാണ് നമ്മൾ കളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ രച്ചിത്തരമൊന്നും കാണിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവനെന്താ കുരങ്ങൻ്റെ ലുക്ക്? സ്പൈഡർമാൻ്റെ സിനിമയില്ലേ, ടോബി മക്കാറിൻ്റെ? അപ്പം അടുത്ത് കണ്ട ചങ്ങായിൻ്റെ അതേ മുഖം, ഒരു മാറ്റവും ഇല്ല. ചേച്ചി, പോലീസാ? വെറുതെ എന്തിനാ വടി കൊടുത്ത് അടി വാങ്ങുന്നത്? നമ്മളെന്തായാലും നമ്മളെ ഡ്യൂട്ടി എടുക്കുക അല്ലേ ചേച്ചി? അങ്ങനെയല്ലേ നിയമം അല്ലേ? അതാണ്. ഐ ലവ് യു. ആള് മാറിപ്പോയി, സോറി. 18 10 ഒരു 5 ഒരു 8 കൊടുത്തായി. ഓക്കേ, സോ നമ്മൾ കൊടുത്തു. ഇനി അടുത്താരാണ്? ചേച്ചിയെ പുരയിൽ ഇത്രയും വലിയ ദാരിദ്ര്യ? സൺഫ്ലവറല്ലേ എടുത്ത് കൊണ്ടുപോകുകയാണല്ലോ. കച്ചവടം നടക്കട്ടെ, വലിയ കച്ചവടങ്ങൾ ഞങ്ങൾക്ക് നടത്തണം. എന്താണ് എൻ്റെ ലെവൽ 11. ഇനി എനിക്ക് വെജിറ്റബിൾ പ്രോഡക്ട്സ് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ്, ഞാനിവിടെ കച്ചവടം നഞ്ഞോട്ടെ. എന്നിട്ട് കാർഡുള്ളത്. ഓക്കെ, 39.1. സോറി, അടിച്ച മാറിപ്പോയി. 9.91. ഓക്കെ, ഡോളർ. താങ്ക് യു സാർ. മാഡം, ഇനി എന്താണ് മാഡത്തിന് എന്താണ് വേണ്ടത്? 7.82. ഓക്കെ, താങ്ക് യു മാഡം. അപ്പോൾ ലീവ്, കച്ചവടം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ സാധനമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണെന്നാണ് തന്നെ എൻ്റെ ഒരു തോന്നൽ. ഇതെന്നാ ഷുഗർ ഇങ്ങോട്ടല്ല. ഷുഗറിൻ്റെ ട്രൈ അടിയാനും ഇവിടെ ആണല്ലോ ഷുഗർ ഞാൻ വെച്ചത്. ഷുഗർ ഇവിടെ വെക്കട്ടെ. ഷുഗർ ഓക്കെ. ഷുഗറിൻ്റെ ട്രേ ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ഡെലിവറി പാർട്സ് എത്തിയിട്ടുണ്ട്. ഇതെന്താ ഐസ്ക്രീമാ? അല്ലല്ല, കോഫീൻ്റെ സാധനം ഇവിടെയാണ് വെക്കുക. കോഫി ഓക്കെ, കോഫി പ്രോഡക്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി ചേട്ടൻ പറഞ്ഞ പുസ്തകം. നമ്മുടെ കച്ചവടം ഇങ്ങനെ പൊട്ടിക്കണം നമ്മൾ. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് വളരെ ലോസാണ്. ഇതെന്നാ പീടിയൻ്റെ അകത്ത് ഉള്ള പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം പെറുക്കി. ഇവിടെ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും വിൽക്കുന്നില്ലല്ലോ. പിന്നെ ഇവർ കയറുന്നാൾ ഇത്രക്കാരം പ്ലാസ്റ്റിക് എല്ലാം ഇവിടെ കൊണ്ടുവരുന്നത്. സോ നമ്മൾ ഇന്നത്തെ ദിവസം എത്ര പ്രോഫിറ്റ് ഉണ്ട്?
നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. 66.44 ഉറുപ്പ്യാണ് ടോട്ടൽ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ എക്സ്പെൻസ് ചെയ്തത് 52 ഉറുപ്പ്യാണെങ്കിലും നമുക്ക് കിട്ടിയത് 118 ഉറുപ്പ്യാണെന്ന് നമുക്ക് കിട്ടിയത്. 3 ആൾക്കാർ വിഷമത്തോടെ പോയി, 19 ആൾക്കാർ ഹാപ്പി ആയി. അപ്പോൾ കീപ് യുവർ പ്ലേയിങ് എന്തുവാണ്. സോ നമ്മൾ രണ്ടാമത്തെ ദിവസം, ഇന്നത്തെ ദിവസവും കൂടെ കച്ചവടം ഒന്ന് പൊടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ സാധനങ്ങൾ ഓർഡർ ചെയ്ത് ചറവറ എത്തട്ടെ. ഞാൻ ഇവിടെ കുറച്ചുകൂടെ സാധനം വാങ്ങണം. നമുക്ക് സാധനം ഒന്നും പോരാ. ചേ മിൽക്കൊക്കെ നമുക്ക് എക്സ്പെൻസീവായിട്ട് വില കൂടുതലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പ്രോഡക്റ്റൊക്കെ വാങ്ങും. $1 അതിന് വില വരുന്നത്. നമ്മൾ അങ്ങനത്തൊക്കെ വാങ്ങേണ്ടത് എന്തിനാ ഇത്. 112 ഉറുപ്പ്യക്ക് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സാധനമൊക്കെ ഇവിടെ എത്തട്ടെ. ഒരു പ്രോഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. എന്ത് തേങ്ങയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോ സൂപ്പർ ഹീറോ കോമിക് ബുക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ എവിടെയും വെക്കാം. ഇവിടെ എവിടെയാണ് സൂപ്പർമാൻ? അതാ ഇവിടെയാണ് സൂപ്പർമാൻ്റെ ബുക്ക് വരുന്നത്. ബുക്ക് ട്രേ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഈ കടയൊക്കെ ഒന്ന് നമുക്ക് വലുതാക്കണം. അതെന്തായാലും ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നില്ല, അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ നമ്മളെന്തായാലും കച്ചവടം പൊടിക്കട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ വിലയൊന്ന് മാറ്റാൻ പറ്റുമോ നോക്കട്ടെ. വില മാറ്റാൻ പറ്റൂല, അത്ര തന്നെ വില തന്നെ പറ്റൂ. എന്തായാലും ടീ കോഫിക്കൊക്കെ അത്രയും തീ പിടിച്ച വിലയാണ്. നമ്മൾ അമ്മാരി വിലയാണ് കൂട്ടിയത്. സാധാരണ ഒരു സ്ഥലത്തുണ്ടാകുന്ന വില എന്ന് പറഞ്ഞാൽ 4.25 മാർക്കറ്റ് പ്രൈസ്. ഞാനിവിടെ കൊടുക്കുന്നത് 5.52. എന്ത് ചെയ്യാനാന്നേ, കച്ചവടം വളരെ ഡൗണാണ്. അടുത്തെന്തോ വന്നിട്ടുണ്ട്, നമുക്കതും എടുക്കാം. സാധനങ്ങൾ കൂടി. ഇതെന്തൊന്നതിന് സാധനമോ മറന്നുപോയി. എന്താ ഇട്ടോക്കട്ടെ. ഏച്ചിയാ, എടുത്തോ. ഏച്ചീൻ്റെ ട്രേ അടിയാ അവിടെ. സോ നമ്മൾ കച്ചവടം ചെയ്യാൻ വന്നാൽ കച്ചവടം ചെയ്യുക, ഒറ്റ മൈൻഡ് മാത്രം. നമ്മൾ ഇനി അടുത്തതായിട്ട് എന്താ വരാൻ പോകുന്നത്? അടുത്തത് ജ്യൂസ് ട്രോ എന്തോ ആണ്, എനിക്കറിഞ്ഞൂടാ. എന്തായാലും വന്നിട്ട് കാണാം. ഈ സാധനമാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ പേരെന്തിനാ? അവിടെ പോയാ വെള്ളം, മിനി വാട്ടർ എല്ലാം പോക്കി. നമുക്കെന്തായാലും സ്റ്റോറേജ് റൂമൊക്കെ അൺലോക്ക് ചെയ്യാനുണ്ട്. സ്റ്റോറേജ് റൂമൊന്നും അൺലോക്ക് ആയിക്കില്ല. ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ദിവസവും നമ്മൾ ഡൈനോസറിൻ്റെ ഗെയിം എന്നല്ലേ കളിക്കല്. ഒരു ചേഞ്ചൊക്കെ ആയിക്കോട്ടെ. എന്താടാ ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഞാൻ പോയ ഗുണ്ടാണ്. അമ്മച്ചി നേപ്പാളിയാ. അമ്മേ പോലീസ് കടിച്ച് തിന്നേലായിരിക്കും. അങ്ങനത്തെ നടത്തൊക്കെയാണ് നടക്കുന്നത്. നമുക്ക് പാഴ്സൽ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെയാണോ വെക്കേണ്ടത്? ഇവിടെ എവിടെയും വെക്കാൻ പറ്റില്ല, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഇത് ഒരു ഓറഞ്ച് ജ്യൂസാണ്, മേലെ തന്നെ വെക്കാം. ഈ പ്രോഡക്റ്റിന് പൈസ ലേശം കുറവാണെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ പൈസ എത്ര വരുന്നുണ്ട്. എക്സ്പെൻഡിച്ചർ മാർക്കറ്റിൽ ഇതിൻ്റെ വില 2.56 ആണ്. നമ്മളിവിടെ വിൽക്കുന്ന വില കൂട്ടാൻ പറ്റുമോ? നമ്മളിവിടെ വിൽക്കുന്ന വില 2.64 ആണ്. മാർക്കറ്റിനെക്കാട്ടി കുറവാണ്. എന്നാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. അതായത് $1.39 നമുക്ക് പ്രോഫിറ്റ് ആയിട്ടുള്ളത്. നമുക്കതെല്ലാം മതി. നമ്മൾ പാവപ്പെട്ടവനെന്നല്ല എങ്ങനെ വലിയ കച്ചവടങ്ങൾ പേടിച്ചു ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് നമുക്കതെല്ലാം മതി. നമ്മളെന്തായാലും അടുത്ത സാധനങ്ങളൊക്കെ നല്ല എക്സ്പെൻസീവ്. ഇതല്ലേ ഞാനിപ്പോൾ ഓർഡർ ചെയ്ത്. അപ്പം മേലെ നിന്ന് വരാൻ പോകുന്ന അടുത്തേതാ? മിൽക്കല്ലേ? 2 ഓർഡർ ചെയ്തിനാ ഞാൻ? ഇല്ലല്ലോ, 1 ഓർഡർ ചെയ്ത്. ഇപ്പം എന്തായാലും ദൈവം മേലെ നിന്ന് താഴേക്കിടും. എന്തായാലും നമുക്ക് കാണാം. അതാ വന്നിക്കതാ, കണ്ടോ? ഇവിടെ ഡെലിവറി ഇങ്ങനെയാണ്. ഇത് ഏത് നാടാണെന്നും കൂടെ എനിക്കറിഞ്ഞൂടാ. നമുക്ക് ട്രേ ഏത് ഭാഗത്ത് വെക്കാം? താഴെ വെക്കണോ? ഏറ്റവും താഴെ വെക്കാം. നടുവിൽ നമ്മൾ മിൽക്ക് മെനു.
അപ്പം വെള്ളം അവിടെ ഞാൻ ഫിറ്റാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ കച്ചവടം തുടങ്ങാം. അതിനു മുമ്പ് ഒരാളും കൂടെ വരാനുണ്ട്, അല്ല 2 പേരും കൂടെ വരാനുണ്ട്. നമ്മളിവിടെ ഹയർ ചെയ്യുന്നതാണ്. ആഹാ, ഇതിൻ്റെ വില നമുക്ക് കച്ചവടം തുടങ്ങാം. കച്ചവടം ക്യാൻസൽ അല്ലാണ്ട് സമയം അല്ലാണ്ട് എടുക്കുന്നേരാ. സോ ഗൈസ്, നമ്മൾ കച്ചവടം തുടങ്ങാൻ പോവാണ്. ഓപ്പൺ. അപ്പോൾ നമ്മളെ കയ്യിലുള്ള സാധനമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഹലോ, ഇതാരാ അല്ലേ? ഓ ഓ ഓ ചേട്ടൻ, ആള് മോശമല്ലല്ലോ. ചേച്ചി അവിടെ ഇട്ട് വൃത്തിയാക്കിച്ചോ. വാട്ടർ ഫ്ലോ മറിയേ ഉള്ളിടത്തെല്ലാം വെടക്കാക്കാനായിട്ടുണ്ടാകും കുറേ എണ്ണം. എന്ത് കാര്യം ഉണ്ടായിട്ടാളീ ഉളുപ്പില്ലാത്തത്? ടീമുകളെല്ലാം ഉണ്ടോ? ഒരു വൃത്തിയും മേനെയൊക്കെ വേണ്ടേ? എന്താണ് ഇന്നിത് മൊത്തം വായിച്ച് തീർക്കുമോ? ഷുഗറൊക്കെ വാങ്ങുന്നുണ്ട്. നമ്മൾ മൂപ്പർക്ക് കൊടുക്കേണ്ടത് 61 റുപ്യാണ്. 61 റുപ്യ. ഓ താങ്ക് യു. ഇയാൾക്ക് എന്തിനാണ് ഇത്രയും പശയും കോഫിയൊക്കെ? നല്ല എക്സ്പെൻസ് ആണല്ലോ. $16.75. ഓക്കെ, വിട്ടോ. ചേച്ചി നല്ല പ്രോഡക്റ്റ് സാധനമൊക്കെ വാങ്ങുന്നുണ്ടല്ലോ നല്ലോണം. ഇതൊക്കെ എന്ത്? അങ്ങനെയാണിക്കാണ് ചേച്ചി, എന്നാലേ ഞങ്ങൾക്ക് കച്ചവടം ഉണ്ടാവും. $26. ഓക്കെ ചേച്ചി, അത് അടിപൊളിയായി. സോ 15 ഉണ്ടോ നോക്കട്ടെ. പോരെ? മറ്റേ സ്പൈഡർമാനെ കൊല്ലാൻ നോക്കിയേ, ടോബി മക്കാറെ കൊല്ലാൻ നോക്കിയ ചങ്ങായി കട്ടാക്ക്. ഇവിടെ കച്ചവടം നടക്കുന്നേരം ഫോൺ വിളിക്കുന്നത്. 32.92. പൈസക്കാരനല്ലേ, കാർഡൊക്കെയാണല്ലോ കൊണ്ടുവരുന്നത്. താങ്ക് യു. എത്ര തിരിച്ചു തരേണ്ടത്? 37. സോറി, 38 37.77 റുപ്യ. 77 ആണല്ലേ? ഓക്കെ. അങ്ങനെ നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് 50. നമ്മൾ എത്ര കൂടെ കൊടുക്കണം? 30, 25, 5, 8. ഓക്കെ, ഹയർ ചെയ്തു. അടുത്ത ആൾ നെക്സ്റ്റ്. നമ്മളിത് സമയം വളരെ കുറഞ്ഞ് പോകുന്നുണ്ട്. നമ്മൾ സ്പീഡ് കുറച്ചുകൂടെ കൂട്ടണം. 85. ഓക്കെ, നെക്സ്റ്റ്. നമ്മൾ ജെറ്റ് വിട്ട പോലെയാണ് ഇനി കച്ചവടം നടത്താൻ പോകുന്നത്. നമ്മൾ പിടിച്ചാൽ കിട്ടൂല എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. എന്താക്കാനാ? ചേച്ചി ഉറങ്ങല്ല നിങ്ങളിങ്ങനെ ഉറങ്ങിയാലോ? ഭാവി തലമുറയില്ലേ. 90 90 നമുക്ക് 3 എടുത്ത് കൊടുത്താൽ മതി. ഓക്കെ. ചേട്ടന് നേരത്തെ അല്ലേ എന്തോ വാങ്ങിക്കൊണ്ടോയേ? ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങാറുണ്ട് കേട്ടോ. ചത്തു ആരോ എന്തോ അലസാക്കുന്നുണ്ട്. ഇല്ലേ, അത് ഈ ചങ്ങായി ലേശം അധികം വാങ്ങിയിട്ടാണ്. $20.66. താങ്ക് യു ചേട്ടാ. നിങ്ങളിങ്ങനെ അലസാക്കല്ല. നിങ്ങളിങ്ങനെ 29. ഓക്കെ, ചേച്ചി ഉറങ്ങല്ല. എത്ര? 3.37. ഓക്കെ, ഒരു മിനിറ്റ്. ചേട്ടൻ എന്തോ പറയുന്നുണ്ട് എന്നോട്. എന്തോ സാധനം കുറഞ്ഞിരിക്കുന്നു. അത് ഞാൻ ഓർഡർ ചെയ്യട്ടെ. സാധനം അപ്പോഴത്തേക്ക് എത്തുന്നുണ്ടാവും. ഓർഡർ ചെയ്യണം. ഓറഞ്ച് ഫ്രൂട്ടി അങ്ങനെ എന്തോന്നാ അതിൻ്റെ പേര് പറഞ്ഞേ. ഏഡ്. ചേട്ടൻ പേടിക്കണ്ട, ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ അവിടെ നിന്നോ, ഇപ്പോൾ വരും. ചിമ്മക്ക് എന്തൊക്കെയാണ് വെക്കാനുള്ളത്? ATM ആണ്. 11.88. ആൾ കൂടി വരുന്നുണ്ട്. എക്സ്പെൻഡിച്ചറും കുറഞ്ഞു. നമുക്ക് ഇന്നെന്തായാലും നല്ലൊരു പ്രോഫിറ്റ് കളക്ഷൻ്റെ സാധ്യത നല്ലോണം കാണുന്നുണ്ട്. നമ്മളെന്തായാലും നല്ല അടിപൊളി കച്ചവടമാണെന്ന് തോന്നുന്നു ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് ടോട്ടൽ ലാഭം എത്രയാണെന്ന് ലാസ്റ്റ് ഒന്ന് കൂട്ടി നോക്കണം. എത്ര കിട്ടിയെന്ന് എനിക്ക് തന്നെ ഞാൻ നോക്കിയിട്ടില്ല. ടോട്ടൽ ഇപ്പോൾ ഒരു എത്ര ഉണ്ടാവും?
നിങ്ങൾ പറ എത്ര ഉണ്ടാവും? 290, 300 കിട്ടി, 316. അതായത് നമ്മൾ മുടക്കിയതിന് മാത്രം കിട്ടിയിട്ടുണ്ടെന്ന്, നല്ല പ്രോഫിറ്റ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മുടക്കിയത് ആകെ 200 ചില്ലാണത്തിൻ്റെ അത്ര ഡോളർ ഇട്ടാനേ ആയിട്ടുള്ളൂ. നമുക്ക് കിട്ടിയത് ഇപ്പം എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ എത്ര ഉണ്ടാവും? പോയിൻറ്റ് $329 നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇപ്പം ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട്. ചളി, പിന്നെയും ചളിയാക്കി വെച്ചിക്ക്. ഹയർ ഇതൊന്ന് തുടച്ച് വൃത്തിയാക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ വെറുതെ ആൾക്കാരൊന്നും അങ്ങോട്ട് കയറാത്തത്. പക്ഷേ പ്രോഡക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതല്ലേ സാധനം? നാരങ്ങ ജ്യൂസ്. ചേച്ചിയെ നാരങ്ങ ജ്യൂസ് ഇതൊന്ന് ഞാനൊന്ന് ഇവിടെ വെക്കാൻ പറ്റുമോ? എടാ വെക്കട്ടെ, എവിടെ വെച്ചാലും കുഴപ്പമില്ലല്ലേ? നാരങ്ങ ജ്യൂസ് അവിടെ ഇവിടെ ചായ. അപ്പോൾ ചേച്ചിയെ സാധനമൊക്കെ വന്നെടുക്കുക, ആൾക്കാരെല്ലാവരും കയറുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ചിരിപ്പിക്കുന്ന ഓരോ കോമഡി ആൻഡ് കണ്ടൻറ്റുകൾ ഞാൻ ഈ വീഡിയോയിൽ ഇറക്കുന്നതായിരിക്കും, ചളിയുമായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എൻ്റെ കൂടെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഓരോ കോമഡി കണ്ടൻറ്റൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കേട്ടിട്ടൊക്കെ ചിരിയൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും വീഡിയോ ഒക്കെ ഇറക്കാനുള്ളൊരു പ്രചോദനം കിട്ടുള്ളൂ. സോ നമ്മൾ ഇയാൾക്ക് എത്ര കൊടുക്കാണ്ട്? 47 ഇല്ല, കയ്യിലില്ല, നയാ പൈസ ഇല്ല. എന്ത് ചെയ്യും മല്ലയ്യ? വേണ്ട. നല്ല സുന്ദരികളെ കാണുമ്പോൾ നിൻ്റെ ഇളക്കം ഞാൻ കുറേ കാണുന്നുണ്ട്. വേണ്ടട്ടാ, എന്നെ വേഗം പറഞ്ഞേക്കാം ഞാൻ ഇവിടുന്ന്. സോറി, 25 വേണ്ട, 22 മതി. ഓക്കെ, കൊടുത്തു. ഓറഞ്ച്. ഓക്കെ, വേഗം വിട്ടോ, അധികം ഇവിടെ നിൽക്കണ്ട. ഉമ്മാരൊന്നും ശരിയില്ല സാർ. $77, 36. ഓക്കെ, സോ നമ്മളുടെ പീടിയേൻ്റെ കോലം. ചേച്ചി എന്തോ പറയുന്നുണ്ടല്ലോ, ഷുഗറോ? പോവുക, ആയിക്കോട്ടെ, ക്ലോസ്ഡ്. ഏട്ടാ അങ്ങോട്ട് പോവുക, കട ഞാൻ ക്ലോസ് ചെയ്ത്. എനിക്ക് നൈറ്റാ അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് നാളെ കാണാം കേട്ടോ. ആയിക്കോട്ടെ. മൂപ്പര് പോയി. അപ്പോൾ നമ്മൾ ഇന്ന് എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഡേ നമുക്ക് $155 കിട്ടിയിട്ടുണ്ട്, നമുക്ക് എക്സ്പെൻസീവ് ആയിട്ട്. സോ ഗൈസ്, നമ്മൾ തകർത്ത് കയറിയിരിക്കുകയാണ്. 13ാമത്തെ ദിവസമാണ് നമ്മൾ കളിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തോറ്റു കൊടുത്ത പോലെ ഇപ്രാവശ്യം തോറ്റു കൊടുത്തില്ല, നല്ല അടിപൊളിയായിട്ട് പ്രോഫിറ്റ് വാങ്ങി. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തായി പോയെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, ബൈ.